മരണത്തെക്കുറിച്ച് ആദ്യകാലങ്ങളിൽ ഞാൻ ചിന്തിച്ചുകൊണ്ടിരുന്നത് മരണം എന്ന് പറയുന്നത് ഒരു പ്രതിഭാസം ആയിട്ടാണ്. അതായത് ശരീരം വളരുന്നു, അല്ലെങ്കിൽ മരിക്കുന്നു എന്നൊക്കെ പറയുന്ന ഒരു ശരീരത്തിൻ്റെ പ്രവർത്തനം മാത്രമായിട്ടാണ് ഞാൻ ചിന്തിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ പിന്നീട് ദൈവവചനം വായിച്ചപ്പോൾ, ജ്ഞാനത്തിൻ്റെ പുസ്തകം വായിച്ചപ്പോഴാണ് മനസ്സിലായത് ഇത് വെറും ഒരു പ്രതിഭാസമല്ല, ഇതൊരു മരണം എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ്. ജീവൻ എന്ന് പറയുന്ന വ്യക്തിയാണ്, അതായത് ഈശോ. ജീവൻ നമുക്കറിയാം ദൈവത്തിൻ്റെ മകനാണ്, ഈശോ ദൈവത്തിൻ്റെ പുത്രനാണ് എന്ന് പറഞ്ഞ പോലെ പിശാചിൻ്റെ മകനാണ് മരണം. ഇതൊരു പ്രതിഭാസമല്ല, ഇതൊരു വ്യക്തിയാണ്. മരണം ഭൂമിയിലേക്ക് കടന്നു വരാനുണ്ടായ കാരണം പിശാചിൻ്റെ അസൂയയാണ്. കടുത്ത അസൂയ മൂലമാണ് മരണം ഭൂമിയിലേക്ക് വന്നത്. അസൂയ കാരണമാണ് പിശാച് തൻ്റെ മകനെ, സന്താനമായ മരണത്തെ അയച്ചത്. എന്നാൽ ദൈവം തൻ്റെ സ്നേഹം മൂലമാണ്, ലോകത്തോടുള്ള സ്നേഹം, തൻ്റെ ഏകജാതനെ നൽകാൻ തക്കവിധം അത്രമാത്രം ദൈവം ലോകത്തെ സ്നേഹിച്ചു എന്നാണ് പറയുന്നത്. അപ്പോൾ ഈശോ ഭൂമിയിൽ അവതരിച്ചത് പിതാവായ ദൈവത്തിൻ്റെ മനുഷ്യനോടുള്ള അഗാധമായ സ്നേഹം മൂലമാണ്. അപ്പോൾ ഈ സ്നേഹമില്ലായിരുന്നുവെങ്കിൽ ഈശോ ഭൂമിയിൽ വരികയില്ലായിരുന്നു. എന്ന് പറഞ്ഞ പോലെ പിശാചിന് മനുഷ്യനോട് അസൂയ ഇല്ലായിരുന്നെങ്കിൽ മരണവും ഭൂമിയിൽ വരികയില്ലായിരുന്നു. അപ്പോൾ മരണം എന്ന് പറയുന്നത് ഒരു പ്രതിഭാസമല്ല, അതൊരു വ്യക്തിയാണ്. ആ വ്യക്തി എന്ന് പറയുന്നത് പിശാചിൻ്റെ മകനാണ്. ജീവൻ എന്ന് പറയുന്നത് ഒരു പ്രതിഭാസമല്ല, അതൊരു വ്യക്തിയാണ്. ആ ജീവൻ എന്ന് പറയുന്നത് ഈശോയാണ്, ദൈവത്തിൻ്റെ പുത്രനായ ഈശോ.